മെന്റലി വീക്കായിട്ടുള്ളവരാണ് ഈ ലൈഫ് കോച്ചിന്റെ അടുത്ത് പോകുന്നതെന്നാണ് പൊതുവെ എല്ലാവരുടെയും വിചാരം. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഒരു ഡെവലപ്മെന്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ലൈഫ് കോച്ചിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് എപ്പോഴും ഒരു കൺസേൺ പ്രകടിപ്പിക്കാറുള്ളത് ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളത്. അതിന് എനിക്ക് പറയാനുള്ളത്, ഏതായാലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ എന്തിനാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ളതിൽ നിങ്ങൾ കൺസേൺഡ് ആവുന്ന ഒരു കാര്യമില്ല അല്ലേ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പനിക്കോ ജലദോഷത്തിനോ ഒക്കെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് പോലെ ഉള്ളൂ ഒരു ലൈഫ് കോച്ചിൻ്റെ ഒരു ഹെൽപ്പോ സപ്പോർട്ടോ എടുക്കുന്നത്. അതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അത് സെക്കൻഡ് റീസൺ. തേർഡ് റീസൺ, ലൈഫ് കോച്ചിൻ്റെ അടുത്ത് വരുന്നത് ആരും അറിയാനും പോകുന്നില്ല, അത് ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ അത് പറഞ്ഞതുകൊണ്ട് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യവുമില്ല. എല്ലാവരുടെയും കൺസേൺ ആണ് ലൈഫ് കോച്ച് എപ്പോഴും ഉപദേശിക്കുന്ന ഒരാളല്ലേന്ന്. ലൈഫ് കോച്ച് ഒരിക്കലും ഒരു അഡ്വൈസ് തരുന്ന ആളല്ല. നിങ്ങളുടെ കൺസേൺസും പ്രോബ്ലംസും ഒക്കെ കേട്ട് അതിന് നിങ്ങളുടെ തന്നെ സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യിക്കലാണ് ലൈഫ് കോച്ച് തരുന്നത്. പിന്നെ നിങ്ങളുടെ പാസ്റ്റും പ്രോബ്ലംസും ഒക്കെ അനലൈസ് ചെയ്ത് അതിന് വേണ്ട ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തരുകയും ചെയ്യും.